ഈ ഒരു മൊമെന്റ് സത്യത്തിൽ ഈ ഒരു ട്രെയിലർ ലോഞ്ച് മാത്രമല്ല, ഇതൊരു സെലിബ്രേഷൻ ഓഫ് പെർസിവിയറൻസ് ആണെന്ന് ഞാൻ പറയും. ആൻഡ് ഈ ഇത്രയും കാലഘട്ടത്തിൽ, അതായത് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന അയ്യപ്പനും ഘോഷയും കഴിഞ്ഞിട്ട് സച്ചിയേട്ടൻ ഡിസ്കസ് ചെയ്തൊരു സബ്ജക്റ്റ് ആയിരുന്നു. നമ്മളെ ഏറ്റവും അധികം ആകാശത്ത് കൊണ്ടെത്തിച്ചിട്ടുള്ള മജീഷ്യൻ തന്നെയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഏതൊരു സിനിമ നമ്മൾ ഹൈപ്പ് കൊടുക്കുന്നത് ഓഫ് കോഴ്സ് ഡയറക്ഷന്റെ പേരിൽ നമ്മൾ ഹൈപ്പ് എക്സ്പെക്ടേഷൻ ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ വിത്ത് എ കാസ്റ്റ് വി എക്സ്പെക്ട് ആൻഡ് വി ആന്റിസിപ്പേറ്റ് എ ലോട്ട് ഫോർ ദ ഫിലിം. അതേപോലെ തന്നെ ആണെങ്കിലും റേഞ്ച് ആണെങ്കിലും മോട്ടിവേഷൻ ആണെങ്കിലും തിയേറ്ററുകളിലേക്ക് എത്തും. തീർച്ചയായിട്ടും എല്ലാവരും കാണണം എന്ന് ഒന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. താങ്ക്സ് എ ലോട്ട് സർ. സോ നവംബർ 21 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ആ ഒരു ടീം വർക്കിന് എല്ലാവിധ റിസൾട്ടും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ ഈ ഒരു മൊമെന്റിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. പൃഥ്വിരാജിനെ പോലെ ഒരു നടൻ ഈ സിനിമയിൽ, അദ്ദേഹത്തിൻ്റെ കുറേ എഫേർട്ട് ഈ സിനിമയ്ക്കകത്തുണ്ട്. ഒരു ആക്സിഡൻറ്റ് പറ്റി ഏകദേശം കുറേ കാലം ഈ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം വീട്ടിൽ നല്ല ടെക്നീഷ്യൻസിൻ്റെ ഒരു ടീം വർക്ക് കൂടിയാണ് വിലായത് ബുദ്ധ എന്ന് പറയുന്ന ഈ സിനിമ. അപ്പോൾ തീർത്തും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ഈ സിനിമയ്ക്ക് ഞങ്ങളുടെ എന്താ പറയുക ബ്ലഡ് ആൻഡ് സ്വെറ്റ് ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ജനങ്ങളിലേക്കാണ് എത്തുന്നത്, നിങ്ങൾ വിലയിരുത്തണം. ഗുഡ് ഈവനിങ് ഓൾ. ഇതും നേരത്തെ ജയൻ പറഞ്ഞ പോലെ ഒരു 4-5 വർഷത്തെ യാത്രയാണ്. സച്ചിയേട്ടനിൽ നിന്ന് തുടങ്ങി ഞങ്ങൾ സംസാരിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നത് വിലായത് ബുദ്ധയുടെ പ്രൊഡ്യൂസേഴ്സിനെയാണ്. With lot of happiness and love here, I am according a warm welcome to the producer, Mr. Sandeep Senan sir. നല്ലൊരു കൈ നൽകി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. Let me also wholeheartedly welcome executive producer Sri Sangeet Sridhar. അതിനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. മലയാള ചലച്ചിത്ര ലോകത്തെ വിസ്മയിപ്പിച്ച ശ്രീ സച്ചി സാറിന്റെ പ്രോജക്റ്റ് ആണ് വിലായത് ബുദ്ധ എന്ന് കേൾക്കുമ്പോൾ, അതറിയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഇമോഷൻ ഉണ്ട്. അത് തരുന്ന ഒരു പ്രോമിസ് ആൻഡ് ഗ്യാരണ്ടി ഉണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരുന്നത് അന്ന് മുതലേ നമ്മൾ മലയാളികൾ എല്ലാവരും ഒരല്പം ഇമോഷണൽ ആയി കണക്റ്റഡ് ടു ദി ഫിലിം when it was first officially announced and finally സിനിമ റിലീസിനോട് അടുക്കുകയാണ്. ഏകദേശം 2 മാസങ്ങൾക്ക് മുന്നേ സിനിമയുടെ ടീസർ നമുക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു. മറയൂർ, ചന്ദനമരം, ഇതെല്ലാം കേൾക്കുമ്പോൾ അത് നമുക്ക് തരുന്നൊരു ത്രില്ല്, അതിൻ്റെ ഒരു കിക്ക്